ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. നിങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ കിഡ്സിൻ്റെ ആ ഒരു നെക്ലസ് ആണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എന്താണ് വെബ്സൈറ്റിലൊക്കെ ആമസോണിലൊക്കെ കാണുന്ന അതേ ടൈപ്പ് നെക്ലസ് ആണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, പ്ലാസ്റ്റിക് ബീഡ്സ് വെച്ചിട്ട്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ആദ്യത്തെ ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഗിയർ വയറാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതിൽ മെൻഷൻ ആക്കാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് എത്ര ആണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. മേ ബി ഇത് 4 or 3 എങ്ങാണോ ആണെന്ന് തോന്നുന്നു. കട്ടി ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നു 4 ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ഐറ്റംസ് എല്ലാം നമുക്ക് മോത്തിയിൽ അവൈലബിൾ ആട്ടോ. അപ്പം ഞാൻ ഇത് കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ച ഐറ്റംസ് ആണ്. അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നപ്പോൾ ഞാൻ ഇത് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഗിയർ ലോക്ക് വെച്ചിട്ട് ആദ്യം കൊളുത്തിലോട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ബാക്ക് ചെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പ്ലെയർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ലോക്കോ 1 ലോക്കോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബീഡ്സ് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടാനുസരണം അനുസരിച്ച് സിമിലർ കളറിലുള്ള ബീഡ്സോ അല്ലെങ്കിൽ അല്ലാത്ത ബീഡ്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മാല നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒരു മാല നമ്മൾ ഇതുപോലാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുന്നത്. അപ്പം ബീഡ്സ് ഇതുപോലെ കയറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ ബീഡ്സ്. അപ്പോൾ ഇങ്ങനെ കുറേ ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് മോത്തിയിൽ. ഹാർട്ടിൻ്റെ ബീഡ്സ് ഉണ്ട്, സ്റ്റാറിൻ്റെ ബീഡ്സ് ഉണ്ട്, ഫ്ലവർ ഷേപ്പിൻ്റെ ബീഡ്സ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബീഡ്സ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിഡ്സിൻ്റെ അധികം അങ്ങനെ പോവാറില്ലാത്തതുകൊണ്ട് ഞാൻ അധികം വാങ്ങിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഓർഡർ വരുന്ന അനുസരിച്ച് ഞാനത് എടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. ഓർഡർ വരുന്നതനുസരിച്ച് മാത്രം മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് അത്രയും പൈസ ചിലവ് വരുന്നില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ ചെയ്ത് പഠിക്കാനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബീഡ്സ്. ചിലപ്പോൾ നമ്മളൊരു അറേഞ്ച്മെൻറ്റിൽ രീതിയിൽ വേണം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഹാർട്ടിൻ്റെ ബീഡ്സിൻ്റെ ഇടയ്ക്ക് വലിയ ബീഡ്സൊക്കെ ഇട്ട് കൊടുത്താൽ അങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ ഐഡിയ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മാലകൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 50, 60, 70 അത്രയും റേഞ്ചൊക്കെ ഇടാൻ കേട്ടോ. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ്സ് അല്ലേ, വലിയ റേറ്റ് ഒന്നും ഇല്ല. ഈ ഒരു പാക്കറ്റിന് തന്നെ 30 രൂപയുടെ പാക്കറ്റായിട്ടാണ് ബീഡ്സും കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതിന് ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് 50 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്രേസ്ലെറ്റും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു വർക്ക് അനുസരിച്ച് പ്രൈസ് റേറ്റ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് വേറൊരാളോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വെബ്സൈറ്റ് ഗൂഗിളിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും പ്രൈസ് റേറ്റ് അറിയാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് നമുക്ക് വില ഇടാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിടുക എന്നുള്ളതേ ഉള്ളൂ. അത് ഞാനിടുന്ന സെയിം റേറ്റ് തന്നെ ഇടണമെന്നൊന്നുമില്ല, എന്നാലേ സെയിൽ നടക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടേതായ രീതിക്കനുസരിച്ച് റേറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഞാൻ റേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ജംപ് റിംഗ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു മാലയുടെ ആ ഒരു പ്രോസസ് ഇവിടെ കഴിയുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മലും ചെയ്തെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഐപ്പിന്നൊക്കെ വെച്ച് ഐപ്പിന്നും ഹെഡ് പിന്നും ഒക്കെ വെച്ചിട്ട് ഇയറിങ്ങിൻ്റെ ആ ഒരു ലോഗൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കമ്മലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പം വേണമെങ്കിൽ അത് ഒട്ടിച്ചിട്ടാണെങ്കിൽ സ്റ്റഡായിട്ടും എടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് അത് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മാല സെറ്റ്. ഇപ്പോൾ ഏത് മാലയാണ് വലിയ ബീഡ്സ് വെച്ചിട്ടുള്ള ഏതൊരു മാലയാണെങ്കിലും ഇങ്ങനെയാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗിയർ വയറിൻ്റെ ആ ഒരു തിക്നെസ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. മേ ബി അത് 4 or 3 ആയിരിക്കാനാണ്, ഒരു കട്ടി നോക്കിയിട്ട് എനിക്ക് ആയിരിക്കാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതുപോലത്തെ ഒരുപാട് കിഡ്സിൻ്റെ ഒരുപാട് മാലകൾ പല വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് പോകുന്നുണ്ട് ഇപ്പം. പല ടൈപ്പിലുള്ള ബീഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഹെയർ ബോസും ബീഡ്സിൻ്റെ ഹെയർ ബോസ്, നെയിം ഹെയർ ബോസ്, അതൊക്കെ ഒരുപാട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ട്രെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു ഓർഡർ വന്നപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.